ഹലോ. അയ്യോ, കുടിക്കല്ലേ കുടിക്കല്ലേ, വാ നമുക്കൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതാ അതിനായിട്ട് ഇവിടെ പാൽപ്പൊടി, പിന്നെ കോൺഫ്ലവർ, ബട്ടർ, വാനില എസൻസ്, മുട്ട, പിന്നെന്താ ബ്രെഡ് പൊടി, പിന്നെ ഒരു 3/4 ഗ്ലാസ് പാൽ. അതിനായി ഞാൻ ആദ്യമായിട്ട് അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബട്ടർ ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്താണെന്ന് നിങ്ങൾ അവസാനം വരെ കണ്ടു നോക്കണേ, അവസാനം പറയാം. അപ്പോൾ ആ പാൽ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് കുറുക്കിയെടുക്കണം നമുക്ക്. അപ്പം ഞാൻ ആദ്യമായിട്ട് അതിലേക്ക് അതിനാവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര നമ്മുടെ ആവശ്യത്തിന് ചേർത്താൽ മതി. അപ്പോൾ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇളക്കുക. പിന്നെ അതിനുശേഷം ഞാൻ ചേർക്കുന്നത് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ഞാനിവിടെ 10 രൂപയുടെ ചെറിയ പാക്കറ്റിൽ അതാണ് എടുത്തിരിക്കുന്നത്. അത് നിർബന്ധമൊന്നുമില്ല, അത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് കൂടും. അപ്പോൾ അത് നന്നായി കട്ടയില്ലാതെ ഇളക്കിയെടുക്കുക. അതിനുശേഷം ഞാനിവിടെ ചേർക്കുന്നത് വാനില എസൻസ് ആണ്. അത് ഒരു മൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമ്മുടെ കോൺഫ്ലവർ പൗഡർ ചേർത്ത് കൊടുക്കുക. കോൺഫ്ലവർ പൗഡർ നമ്മൾ സെപ്പറേറ്റ് പാലിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തീരെ കട്ടയുണ്ടാവില്ല. ഞാനിവിടെ നേരെ അതിലേക്ക് ഇട്ടുപോയി, അപ്പോൾ ഇച്ചിരി കട്ടയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്കതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്ത്, അപ്പോൾ അതിൻ്റെ കട്ടകളൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു പ്ലേറ്റിൽ ഒരു ചെറിയ രീതിയിൽ ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതൊന്ന് സെറ്റാകുന്നത് വരെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. ഏകദേശം ഒരു 2 മണിക്കൂർ കൊണ്ട് അത് സെറ്റായി കിട്ടും. അപ്പോൾ ആ സെറ്റായതിന് ശേഷം നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ സ്ക്വയർ ടൈപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ കോൺഫ്ലവർ പൊടിയിൽ മുക്കി, പിന്നെ മുട്ടയിൽ മുക്കി, അതിനുശേഷം ബ്രെഡ് പൊടിയിൽ മുക്കി നമ്മൾ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ആർക്കെങ്കിലും മനസ്സിലായോ ഇതെന്താ സാധനം എന്ന്? ഇതാണ് നമ്മുടെ പാല് പൊരിച്ചത്, അഥവാ ഫ്രൈഡ് മിൽക്ക്. അപ്പോൾ അടിപൊളി ഒരു ഐറ്റം തന്നെയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള, നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം. അധികം സ്വീറ്റ് ഒന്നുമല്ല, എന്നാലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഇവിടെ എൻ്റെ മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും, മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന റൈറ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിങ്ങനെ കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ കുറേ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേങ്കിൽ ഞാൻ എൻ്റെ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് ആ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആഹാ, കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് കാണാൻ തന്നെ അല്ലേ? അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവരെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്താ പറയുക, അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അതുവരെ ബായ്.